അപ്പോൾ കുട്ടികളെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജിയോമെട്രി. ഇത് 12ാമത്തെ ചാപ്റ്ററാണ് തോന്നുന്നു. 3 ഡയമെൻഷണൽ ജിയോമെട്രി. അപ്പോൾ 3 ഡയമെൻഷണൽ ജിയോമെട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് സ്പേസിലെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ്. സ്പേസ് എന്നാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം, ഈ നമ്മൾ സ്പേസ് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് സ്പേസ്. അവിടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ഫസ്റ്റ് ഇയറിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട്. സ്പേസിലെ ലൈനിൻ്റെ ഇക്വേഷൻ, പ്ലെയിനിൻ്റെ ഇക്വേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് വളരെ മൈന്യൂട്ടായിട്ട് 1-2 സംഗതികൾ മാത്രമേ പറയുന്നുള്ളൂ. 3 ഡയമെൻഷണൽ ജിയോമെട്രി. ആദ്യം നമുക്ക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു പ്രതലം. നമ്മുടെ ഈ ബോർഡ് ഒരു പ്രതലമാണ്. ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല, 4 സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നീണ്ടു പോകുന്ന സംഗതിയാണ് ഒരു പ്ലെയിൻ. അപ്പം അങ്ങനെയുള്ള 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് കൺസിഡർ ചെയ്യാം. കൺസിഡർ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു പ്ലെയിനിൻ്റെ ഭാഗമാണ്. ഒരു പ്ലെയിൻ ഇങ്ങനെ ഇരിക്കും, അടുത്ത പ്ലെയിൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴെ വരും. ശരിക്കും നമ്മുടെ ഒരു റൂം പോലെ ഇതേ ഇങ്ങനെ നോക്കുക. 3 പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുക. ഒരു പ്ലെയിൻ ഇത്, പിന്നെ അടുത്ത പ്ലെയിൻ താഴെയുള്ള ഈ താഴെയുള്ള പ്ലെയിന് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും. പിന്നെ ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ. ഇത് 3 ശരിക്കും നമ്മുടെ റൂം നോക്കിയാൽ മതി, റൂമിൻ്റെ ഒരു കോർണർ നോക്കിയാൽ മതി. 3 ഭിത്തികൾ, താഴത്തെ തറയും 2 ഭിത്തി. അപ്പം ഇങ്ങനെ നോക്കുക, ഈ പ്ലെയിൻ ഇങ്ങനെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് കൺസിഡർ ചെയ്യുക. ഈ പ്ലെയിൻസിൻ്റെ ഇൻ്റർസെക്ഷൻ നോക്കുക, ഓരോ പ്ലെയിനിൻ്റെ ഇൻ്റർസെക്ഷൻ. ഇപ്പം ഞാൻ തൽക്കാലം ഒരെണ്ണം മാറ്റുകയാണേ. ഈ 2 പ്ലെയിനിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ, ഇതിൻ്റെ നടുക്കൂടി ഒരു ലൈൻ അല്ലേ, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് എല്ലാം കൂടെ എടുത്താൽ ഇതുണ്ടോ, ഈ നടുക്കത്തെ ലൈൻസ് കംപ്ലീറ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു എഡ്ജ് ഭിത്തി നോക്കിയാൽ മതി, ഭിത്തി നോക്കിയാൽ ഒരു എഡ്ജ് വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് താഴത്തെ എടുക്കാം. താഴത്തെ എടുത്താൽ ഇതിൻ്റെ 2ൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട് കണ്ടോ. അതുപോലെ അടുത്തത് ഇത് ഇവിടുത്തെ എടുക്കുകയാണെങ്കിൽ 3 പെർപെൻഡിക്കുലർ ലൈൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വരച്ചാൽ താഴത്തെ 3 ഡയമെൻഷണൽ ആയതുകൊണ്ട് പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. താഴത്തെ ലൈൻ ഇങ്ങനെ പോകും. ഒരു ലൈൻ ഫ്രണ്ടിലോട്ടാണ് വരുന്നത്, അത് ഞാൻ ഇങ്ങനെ ചെരിച്ചു വരയ്ക്കാം. ഒരു ലൈൻ മേൽപോട്ട്, ഇങ്ങനെ 3 ലൈൻസ് നമുക്ക് കിട്ടും. ഒരു പ്ലെയിൻ ഇത് ഇങ്ങനെ വരുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. പിന്നെ ഒരു പ്ലെയിൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇരിക്കും, നമ്മൾ നിൽക്കുന്ന തറ. അടുത്ത പ്ലെയിൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ ഇതാണ് നമുക്കപ്പം 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് പറഞ്ഞു. അത് ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് കിട്ടി. അപ്പം ആ മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസിനെ നമുക്ക് ഈ ലൈൻസ് ഇതുണ്ടോ, ഇത് നമുക്ക് എക്സൈസ് ആയിട്ട് എടുക്കാം. എക്സൈസ് അങ്ങോട്ട് വരുമ്പോൾ എക്സ് ഡാഷ് എന്ന് വേണേൽ എടുക്കാം. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നെഗറ്റീവ് ഭാഗത്ത് എക്സ് ഡാഷിന് എടുക്കാം. അപ്പം 3 ലൈൻസ് പെർപെൻഡിക്കുലർ ലൈൻസ് കിട്ടും. എക്സ് ഒ എക്സ് ഡാഷ്, എക്സൈസസ്. അടുത്തത് നോക്കുക, ഇത് വൈ ആക്സ്, വൈ ഒ ബാക്കിലോട്ടുണ്ട് വൈ ഡാഷ്. അടുത്ത ലൈൻ വൈ ഒ വൈ ഡാഷ്. അടുത്ത ലൈൻ ഇവിടെ ഇസഡ് ഒ, താഴോട്ടുള്ള ഇസഡ് ഡാഷ്, ഇസഡ് ഒ ഇസഡ് ഡാഷ്. ഇങ്ങനെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് നമുക്ക് കിട്ടും. അപ്പം ഈ ലൈൻസിനെ നമ്മുടെ ആക്സസ് എന്ന് പറയും. എക്സ് ആക്സസ്, വൈ ആക്സസ്, ഇസഡ് ആക്സസ്. അതിനെ ഒരുമിച്ച് കോഓർഡിനേറ്റ് ആക്സസ് എന്ന് പറയും. കോഓർഡിനേറ്റ് ആക്സസ്. എക്സ് ആക്സസ്, വൈ ആക്സസ്, ഇസഡ് ആക്സസിനെയാണ് നമ്മൾ കോർഡിനേറ്റ് ആക്സസ് എന്ന് പറയുന്നത്. അപ്പം ഈ എക്സും വൈയും കൂടെ ഒരുമിച്ചെടുക്കുമ്പോഴത്തേക്കും താഴത്തേതാണ് എക്സ്, ഇത് ഇങ്ങോട്ടുള്ളത് എക്സ്, ഫ്രണ്ടിലോട്ടുള്ളത് വൈ. എക്സ് അപ്പോൾ ഈ താഴത്തെ എക്സും വൈയും കൂടെ, എക്സും വൈയും അല്ലെ, എക്സ് ഇത് വൈ ഫ്രണ്ടിലോട്ടുള്ളത്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പ്ലെയിൻ കിട്ടും. ആ പ്ലെയിന് നമ്മൾ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ എക്സ് ഒ വൈ പ്ലെയിൻ. ഇതിനെ സിമ്പിളായിട്ട് എക്സ് വൈ പ്ലെയിൻ എന്ന് പറയും. എക്സ് വൈ പ്ലെയിൻ. ഇനി ഈ പ്ലെയിൻ നോക്കുക, ഇത് നമ്മുടെ എക്സ് ആക്സ് അല്ലേ, എക്സ് ആക്സും മേലോട്ടുള്ള ഇസഡ് ആക്സും കൂടെ ഒരുമിച്ച് അതിലെ പോയിന്റ്സ് എല്ലാം കൂടെ എടുക്കുമ്പോഴാണ് ഈ പ്ലെയിൻ കിട്ടുന്നത്. അപ്പോൾ എക്സും ഇസഡും കൂടെ, അപ്പോൾ എക്സ് ഒ ഇസഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഇസഡ് ഒ എക്സ് എങ്ങനെ വേണമെങ്കിലും പറയാം. അതിനെ നമ്മൾ എക്സ് ഇസഡ് പ്ലെയിൻ എന്ന് പറയും. എക്സ് ഇസഡ് പ്ലെയിൻ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് വൈയും ഇസഡും കൂടെ ഉള്ളത്, വൈ ഒ ഇസഡ് പ്ലെയിൻ. അതിന് നമ്മൾ വൈ ഇസഡ് പ്ലെയിൻ എന്ന് കിട്ടും.
അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കോർഡിനേറ്റ് പ്ലെയിൻസ് എന്ന് പറയും. കോർഡിനേറ്റ് പ്ലെയിൻസ്. അപ്പോൾ നമുക്ക് 3 പ്ലെയിൻസ് ഉണ്ട്. കോർഡിനേറ്റ് പ്ലെയിൻസ് 3 ഉണ്ട്. എക്സ് വൈ പ്ലെയിനും എക്സും വൈയും കൂടെ ഒരുമിച്ചുള്ളത് എക്സ് വൈ പ്ലെയിൻ, എക്സ് ഇസഡും കൂടെ വരുന്ന എക്സ് ഇസഡ് പ്ലെയിൻ, വൈയും ഇസഡും കൂടെ വരുന്ന വൈ ഇസഡ് പ്ലെയിൻ. അങ്ങനെ 3 കോർഡിനേറ്റ് പ്ലെയിൻസ് ഉണ്ട്. കറസ്പോണ്ട് ചെയ്യേണ്ട 3 പെർപെൻഡിക്കുലർ ലൈൻസ് ഉണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. അതിനെ കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയും. ഇതാണ് 3 ഡയമെൻഷൻ ജിയോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ള സംഗതി. ഇനി നമുക്ക് സ്പേസിലെ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. സ്പേസിലെ ഒരു പോയിന്റ് നമ്മൾക്ക് കണ്ടുപിടിക്കണം. അതിന് ഞാനൊരു 1, 2, 3 എന്ന് പറഞ്ഞൊരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. 1, 2, 3 എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 1, എക്സ് 1, വൈ 2, ഇസഡ് 3. അപ്പം നമ്മളത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ എക്സ് വൈ പ്ലെയിനാണ്. എക്സ് ആക്സിസ് ഇങ്ങോട്ട് വരും, വൈ ആക്സിസ് ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ എക്സ് ആക്സിൽ നിങ്ങൾ 1 അടയാളപ്പെടുത്തുക. ഇത് എക്സ് ആക്സിസ്, ഫ്രണ്ടിലോട്ടുള്ളത് വൈ ആക്സിസ്, മേളിലോട്ടുള്ളത് ഇസഡ് ആക്സിസ്. എക്സ്, വൈ, ഇസഡ്, ഇത് ഒറിജിൻ. അപ്പോൾ എക്സ് ആക്സിസിലെ 1 അടയാളപ്പെടുത്തുക, എക്സ് ആക്സിലെ 1 അടയാളപ്പെടുത്തുക. വൈ ആക്സിലെ 2 അടയാളപ്പെടുത്തുക, 2 അടയാളപ്പെടുത്തുക. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് ഇതുണ്ടോ, 1ഉം 2ഉം കൂടെ ഒരുമിച്ച് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ വരും. 1, 2. അപ്പോൾ അവിടെ ഇസഡിന്റെ ഇപ്പം മേലോട്ട് പോകുന്നില്ല, മേലോട്ട് പോകുമ്പോൾ ഇസഡിന് വാല്യൂ ഉള്ളത്. അപ്പോൾ ഇസഡ് കോർഡിനേറ്റ് അവിടെ 0 വരും. അതായത് നിങ്ങൾ നോക്കാം, ഈ എക്സ് ആക്സിസ് ആണ് ഈ ലൈൻ, വൈ ആക്സിസ് ആണ് ഫ്രണ്ടിലോട്ടുള്ള ലൈൻ. എക്സ് ആക്സിൽ 1 അടയാളപ്പെടുത്തുക, വൈ ആക്സിൽ 2 അടയാളപ്പെടുത്തുക. അത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന പോയിന്റ് നമുക്ക് വരയ്ക്കാൻ അറിയില്ല. ഒരുമിച്ച് വരുന്ന പോയിന്റ് എങ്ങനെയാണ് കാണിച്ചാൽ, ഇവിടെ 1 വരും, ഇവിടെ 2 വരും അല്ലേ. 1, ഇവിടെ 2 വരും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന പോയിന്റ് ഇത് ഇവിടെയായിട്ട് വരും. 1, 2. ഞാനിങ്ങനെ വെക്കണം. 1, 2 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഇവിടുന്ന് ഇസഡിന് 3 എടുക്കണം. ഇസഡിന് 3 എടുക്കണം. ഈ പോയിന്റ് 1, 2 നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്ന് 3 പൊക്കുക, 3 യൂണിറ്റ് പൊക്കുക. 3 യൂണിറ്റ് പൊക്കുമ്പോഴേ ഇവിടെയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് 3 യൂണിറ്റ് പൊക്കുക. 3 എന്ന് പറയുമ്പോൾ 1, 2, 3 ഇവിടെയായിട്ട് വരില്ലേ. ഇവിടുന്ന് അത്രയും ലെങ്ത് പോകണം. ഇവിടുന്ന് ഇത്രയും വരുന്ന ലെങ്ത് ഇവിടുന്ന് ഇത്രയും വരണം. 3 ഏകദേശം ഇവിടെ വരും. ഈ പോയിന്റാണ് 1, 2, 3 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം എക്സ് ആക്സിലെ 1ഉം വൈ ആക്സിലെ 2 എടുത്ത് എക്സ് വൈ പ്ലെയിനിൽ 1, 2 അടയാളപ്പെടുത്തുക. ആ 1, 2ൽ നിന്ന് മേളിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് 3 യൂണിറ്റ് ഉയർത്തുക. -3 ആണെങ്കിൽ താഴോട്ട് കൊണ്ടുപോകണം 3 യൂണിറ്റ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പോയിന്റ് കിട്ടും. സ്പേസിലുള്ള നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള പോയിന്റ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജനറലായിട്ട് എക്സ് വൈ സെഡിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പോയിന്റ് എക്സ് വൈ സെഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പം ഞാൻ 1, 2, 3 എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. എക്സ് വൈ സെഡ് ഒരു ജനറൽ പോയിന്റ് എക്സ് വൈ സെഡ് കാണണമെങ്കിൽ എക്സ് ഐസിലെ എക്സ് എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കുക, വൈ ഐസിലെ വൈ എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന പോയിന്റാണ് ഈ പോയിന്റാണ് എക്സ് കോർഡിനേറ്റിൽ എക്സ്, വൈ. ഇവിടെ ഇസഡ് മേളോട്ട് പോകുമ്പോഴാണ് ഇസഡ് കൂടുന്നത്, താഴോട്ട് പോകുമ്പോൾ ഇസഡ് കുറയും. അപ്പോൾ ഈ പ്ലെയിനിൽ വന്നാൽ ഇസഡ് 0. ഇനി ഇവിടുന്ന് ഇസഡ് ഇത്രയാണെങ്കിൽ ഇത് എത്രയാണോ ലെങ്ത് അത്രയും ലെങ്ത് ഇവിടുന്ന് ഉയർത്തുക. ഇവിടെ വരും, കണ്ടു, ഇവിടെയായിട്ട് വരും ഇസഡ്. ഈ ലെങ്താണ് ഇസഡ്. ഇവിടുന്ന് ഇത്രയും പോകണം. ഈ പോയിന്റാണ് എക്സ്, വൈ, ഇസഡ്. അപ്പോൾ അത് സ്പേസിലായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പോയിന്റ് കണ്ടുപിടിക്കാം. ഇനി നോക്കുക, നമ്മൾ ഈ ആക്സിസ് എല്ലാം ഈ പ്ലെയിൻസ് 3 പ്ലെയിൻസിനെ 3 ആക്സിസും വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്ന സ്പേസിനെ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് നോക്കിക്കേ. ഇതിപ്പോൾ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ. നോക്കുക, ഇതൊരു സെക്ഷനാണ്. ഇതുപോലെ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലുണ്ട് അല്ലേ. ഇതുപോലെ ഈ പ്ലെയിൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്, എല്ലാ ഭാഗത്തേക്കും നീണ്ടു പോകുന്ന ഈ എല്ലാ പ്ലെയിൻസും. അപ്പൊ ഇതേപോലെ ഒരു റൂം എടുത്താൽ ഇതുപോലെ ഒരു റൂം ഇപ്പുറത്തെ സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു റൂം ഇതിന്റെ ബാക്കിലുണ്ട്, ഇവിടെയുണ്ട്. അതുപോലെ അപ്പുറത്തെ ബാക്കിലുണ്ട്. അപ്പൊ മേളിൽ തന്നെ 4 റൂംസ് വരുന്നുണ്ട്, 4 പോർഷൻസ് വരുന്നുണ്ട്. ഇതിപ്പോ 1 ആയിട്ടുള്ളൂ. 1, ഇതിന്റെ ഇപ്പുറം 2, അതിന്റെ ബാക്കിൽ 3, പിന്നെ നമ്മൾ ഇതിന്റെ ബാക്കിൽ 4 ഉണ്ട്. അതുപോലെ തന്നെ താഴോട്ടും ഉണ്ട്. ഇത് താഴോട്ടും വരുന്നുണ്ടല്ലോ, താഴോട്ടും 1, 2, 3, 4 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ വരയ്ക്കുമ്പോൾ നമ്മുടെ സ്പേസിനെ നമ്മൾ 8 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 8 പോർഷൻസ് ആയിട്ട് മാറും. നമ്മൾ ഈ ആക്സിസ് എല്ലാം കൂടെ വരയ്ക്കും. ഇതെല്ലാം കൂടെ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്പേസിനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രിഗ്നോമെട്രിയിലെ ക്വാഡ്രൻസ് പഠിച്ചു.
എക്സും വൈയും മാത്രം വരയ്ക്കുമ്പോൾ നമ്മുടെ പ്ലെയിനിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിപ്പോൾ ഇസഡും കൂടെ വന്ന് നമ്മുടെ സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്നു. സ്പേസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളൊരു നോക്കിയത് ഒരു റൂം എടുത്താൽ അതിൻ്റെ 4 അതിനോട് ചേർന്ന് 4 റൂം നമുക്ക് കിട്ടും ഇല്ലേ? അത് ആ കോർണറായിട്ട് വരുന്ന ഇത് കോർണറായിട്ട് വരുന്ന ഇതുണ്ടോ, ഇത് കോർണറായിട്ട് വരുന്ന 4 റൂം നമുക്ക് കിട്ടും. ഒന്ന് നമ്മൾ ഈ നിൽക്കുന്നിടം, അതിൻ്റെ അപ്രവശം, അതിൻ്റെ ബാക്കിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ 4 റൂം കിട്ടും. അതുപോലെ താഴെയും കിട്ടത്തില്ലേ? മുകളിലും കിട്ടും, താഴെയും കിട്ടും. അപ്പോൾ 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ പാർട്ടിനെ നമ്മൾ ഒക്ടൻസ് എന്ന് പറഞ്ഞു. ഒക്ടൻസ് 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നിനെ നമ്മൾ ഒക്ടൻസ് എന്നാണ് പറയുന്നത്. 8 ഒക്ടൻസ് ഉണ്ട്. ഓരോ ഒക്ടൻറ്റിലും വരുന്ന എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും സൈൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സൈൻ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ക്വാഡ്രൻസ് വരയ്ക്കുമ്പോൾ അറിയാമല്ലോ. ഫസ്റ്റ് ക്വാഡ്രൻ്റ് 1 2 3 4 4 ക്വാഡ്രൻസ് ഉണ്ട്. ഇവിടെ എക്സും വൈയും, എക്സും പോസിറ്റീവ് വൈയും പോസിറ്റീവ്, രണ്ടും പോസിറ്റീവാണ്. ഇവിടെ വരുവാണെങ്കിൽ എക്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്, വൈ എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ എടുത്താൽ എക്സും നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റ് എടുത്താൽ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവുമാണ്. ഇത് കിട്ടിയാൽ നമുക്ക് ഒക്ടൻസ് എഴുതാൻ എളുപ്പമാണ്. ആദ്യത്തെ 4 എണ്ണത്തിൽ ഇസഡ് പോസിറ്റീവ്, പിന്നത്തെ 4 എണ്ണത്തിൽ ഇസഡ് നെഗറ്റീവ്. അപ്പോൾ എക്സും വൈയും ഇതുപോലെ തന്നെ ഇരിക്കും. 1 2 3 4 എക്സും വൈയും ഇതുപോലെ ഇരിക്കും. അവിടെ ആദ്യത്തെ 4 ഇസഡ് പോസിറ്റീവ്, പിന്നത്തെ 4 എണ്ണം എടുക്കുമ്പോൾ എക്സും വൈയും ഇസഡ്, എക്സ് വൈ ഓർഡർ തന്നെ പോകും. അവിടെ എല്ലാം ഇസഡ് നെഗറ്റീവ്. അപ്പം നമുക്ക് സൈൻ എഴുതാം. ഒക്ടൻസ് കോർഡിനേറ്റ്സ് എക്സ് വൈ ഇസഡ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്, 8 8 ഒക്ടൻസ് ഉണ്ട്. ഓരോന്നിലുള്ള സൈൻ നമുക്ക് നോക്കാം. ആദ്യത്തെ 4 എണ്ണത്തിൽ ഇസഡ് പോസിറ്റീവ്, പിന്നത്തെ 4ലും ഇസഡ് നെഗറ്റീവ്. ഇത് ഓർത്തിരിക്കുക. ഫസ്റ്റ് 4ൽ എക്സ് ഇസഡ് പോസിറ്റീവ്, പിന്നത്തെ 4ൽ ഇസഡ് നെഗറ്റീവ്. പിന്നെ എക്സും വൈ ഈ ഓർഡർ എഴുതിയാൽ മതി. 1 2 3 4 അടുത്തത് 1 2 3 4 അങ്ങനെ എഴുതിയാൽ മതി. 1ല് പോസിറ്റീവ് 2ല് നെഗറ്റീവ് പോസിറ്റീവ്, 3ല് നെഗറ്റീവ് 4ല് പോസിറ്റീവ് നെഗറ്റീവ്. അതിനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഒന്നുകൂടെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി. അതായത് ഫസ്റ്റിൽ 5 എന്ന് പറയുമ്പോൾ 1 വരുവേ. ഫസ്റ്റിൽ പോസിറ്റീവ്, സെക്കൻഡിൽ നെഗറ്റീവ് പോസിറ്റീവ്, തേർഡില് നെഗറ്റീവ്, ഫോർത്തില് പോസിറ്റീവ് നെഗറ്റീവ്. ഇതാണ് ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ -1 3 -5 ഏത് ഒക്ടൻറ്റിലാണെന്ന് ചോദിച്ചാൽ ഏത് ഒക്ടൻറ്റിലാണെന്ന് നോക്കുമ്പോൾ ഇസഡ് നെഗറ്റീവാണ്. ഇത് കേവലം ഒന്ന് ഓർത്തിരിക്കാൻ നിങ്ങൾ പറയാം. ഇസഡ് നെഗറ്റീവ്, എക്സും വൈ ഒന്ന് നോക്കിയാൽ മതി. എക്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലേ? എക്സ് നെഗറ്റീവ് ഇവിടെ, വൈ പോസിറ്റീവ് ഇവിടെ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റാണ് വരുന്നത്. പക്ഷേ ഇസഡ് നെഗറ്റീവ് ആയതുകൊണ്ട് 4 + 2 വരും. ഇസഡ് പോസിറ്റീവ് ആണെങ്കിൽ ആ 2 സെക്കൻഡ് ഒക്ടൻറ്റിൽ വരും. ഇസഡ് ഇപ്പം +5 ആയിരുന്നെങ്കിൽ, ഇസഡ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സെക്കൻഡ് ഒക്ടൻറ്റിൽ വരും. നോക്കുക, സെക്കൻഡ് ഒക്ടൻറ്റിൽ മൈനസ് പോസിറ്റീവ്. ഇനി ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ സെക്കൻഡാണ്, പക്ഷേ നെഗറ്റീവ് ആയതുകൊണ്ട് 4 കൂടും. 4 + 2 6ാമത്തെ ഒക്ടൻറ്റിലല്ലേ നമുക്ക് നെഗറ്റീവ് നെഗറ്റീവ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പഠിക്കുന്ന ഒരു പോയിന്റ് കിട്ടിയത്. ഇപ്പോൾ -3 -4 -2 -6 ചോദിച്ചാൽ എല്ലാം നെഗറ്റീവാണ്. ഇസഡ് നെഗറ്റീവാണ്. അപ്പോൾ ഇത് രണ്ടും നോക്കുക. എക്സും വൈയും നെഗറ്റീവ്, എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ്. അപ്പോൾ ഇത് തേർഡാണ്, തേർഡ് ഒക്ടൻ്റാണ്, തേർഡ് ക്വാർട്ടറിൻ്റെലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇസഡ് നെഗറ്റീവ് ആയതുകൊണ്ട് 4+ എടുക്കണം. ഇസഡ് പോസിറ്റീവ് ആണെങ്കിൽ വെറും ആ നമ്പർ മതി. ഇസഡ് നെഗറ്റീവ് ആണെങ്കിൽ 4 + 3 7 തന്നെ നോക്കുക. 7ലെല്ലാം പോസിറ്റീവ് വരുന്നത്, നെഗറ്റീവ് വരുന്നത്. സപ്പോസ് ഇത് +6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ട് നെഗറ്റീവ് വരും, തേർഡിലാണ്. പോസിറ്റീവ് ആയതൊരു തേർഡ് തന്നെ വരും, തേർഡ് ഒക്ടൻറ്റ് തന്നെ വരും. നോക്കുക, തേർഡ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കാണാം. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ക്വാർട്ടറിൻ്റെ മാത്രം നോർത്തിരുന്നാൽ മതി. ഇസഡ് പോസിറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ 4 എണ്ണം, ഇസഡ് നെഗറ്റീവ് ആണെങ്കിൽ പിന്നത്തെ 4 എണ്ണം, 4+ ആക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓരോ പോയിന്റും ഏതൊക്കെ ഒക്ടൻറ്റിലാണ് വരുന്നതെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മുടെ XY പ്ലെയിൻ എടുത്താൽ, XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ താഴെയുള്ള പ്ലെയിൻ, ആ പ്ലെയിനിൽ കംപ്ലീറ്റ് Z 0യാണ്.
എക്സ് വൈ പ്ലെയിനിന്റെ ഇക്വേഷൻ അപ്പം ഇസഡ് ഈക്വൽ ടു 0 അല്ലെ എക്സ് വൈ പ്ലെയിൻ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഇല്ലാത്ത ഇസഡ് 0 ആണ്. അതോ ഇക്വേഷൻ ഓഫ് എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു 0 ആണ്. അല്ലെ എക്സ് വൈ പ്ലെയിനിന്റെ പോയിന്റിന്റെ ഫോം എന്ന് പറയുമ്പോൾ എക്സും വൈയും അവിടെ കാണും, ഇസഡ് അവിടെ 0 ആയിരിക്കും. എക്സ് വൈ പ്ലെയിനിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ ഫോം എക്സ് വൈ 0 എന്നായിരിക്കും. അതായത് ഇസഡ് 0 എല്ലായിടത്തും. അത് ഓർക്കണം. എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിലോ എക്സ് ഇസഡ് പ്ലെയിനിൽ നോക്കുക, ഇവിടെ ഇല്ലാത്തത് വൈ അവിടെ 0 ആണ്. അപ്പൊ അതിന്റെ ഫോം എന്ന് പറയുമ്പോൾ എക്സ് വൈ 0 ആണ് ഇസഡ്. എക്സും ഇസഡും കാണും, വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ വൈ 0 ആണ് എക്സ് ഇസഡ് പ്ലെയിനിന്റെ ഇക്വേഷൻ. അതുപോലെ തന്നെ വൈ എക്സ് വൈ ആയി എക്സ് ഇസഡ് ആയി വൈ ഇസഡ് പ്ലെയിൻ ഉണ്ട്. വൈ ഇസഡ് പ്ലെയിൻ നോക്കുക, ഇവിടെ ഇല്ലാത്തത് എക്സ് ആ, എക്സ് ഈക്വൽ ടു 0 ആണ്. വൈ ഇസഡ് പ്ലെയിനിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫോം എഴുതിയാൽ എക്സ് 0 അല്ലേ, 0 വരും, വൈയും ഇസഡും അവിടെ കാണാം. ഇതാണ് ഓരോ പ്ലെയിനിലും ഉള്ള പോയിന്റിന്റെ ഫോം അല്ലെ ഓരോ പ്ലെയിനിന്റെ ഇക്വേഷൻ. ഇത് പഠിക്കണം, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടെ, അതുപോലെ എക്സ് ആക്സിസിലെ 3 ഡയമെൻഷൻ ജോമെട്രി ആണ് കേട്ടോ. എക്സ് ആക്സിസിലെ പോയിന്റിന് എക്സ് ആക്സിസ് എടുക്കുമ്പോൾ അവിടെ എക്സ് മാത്രമേ ഉള്ളൂ, വൈയും ഇസഡും 0 ആണ്. എക്സ് കാണും, വൈയും ഇസഡും 0 ആണ്. ഈ ഫോമിൽ വന്നാൽ വൈയും ഇസഡും 0 ആയിട്ട് വരുവാണെങ്കിൽ അത് പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് എക്സ് ആക്സിസിൽ വരും. വൈ ആക്സിസിൽ പോയിന്റ് ഇൻ വൈ ആക്സിസ് ആണെങ്കിൽ എക്സ് അവിടെ 0 ആയിരിക്കും, വൈ ഉണ്ട്, ഇസഡ് 0 ആയിരിക്കും. എക്സും ഇസഡും 0 ആയിരിക്കും. പോയിന്റ് ഇൻ ഇസഡ് ആക്സിസ് എടുത്താൽ ഇസഡ് ആക്സിസിലെ ഇസഡ് മാത്രമേ നോൺ 0 വരുള്ളൂ, ബാക്കി കംപ്ലീറ്റ് 0 ആയിരിക്കും. അപ്പം ആക്സിസിലെ പോയിന്റിന്റെ ഫോം ഇങ്ങനെ, എക്സ് ആക്സിസിലെ പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സ് മാത്രം നോൺ 0, ബാക്കി രണ്ടും 0. വൈ ആക്സിസിലെ പോയിന്റ് എടുത്താൽ വൈ മാത്രം നോൺ 0, ബാക്കി രണ്ടും 0. നമ്മളങ്ങനെ പ്ലെയിൻ വരയ്ക്കുമ്പോൾ അങ്ങനെ അല്ലായിരുന്നോ? ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ 2 ആണെങ്കിൽ 2 0 എന്നല്ലേ എഴുതുന്നത്. എക്സ് അവിടെ ഉണ്ട്, വൈ 0 ആണ്. ഇവിടെ ഇസഡും കൂടെ വന്നു, 3 ഡയമെൻഷനിൽ വരുമ്പോൾ ഇസഡും കൂടെ വരും, അതുകൊണ്ട് അങ്ങനെ വരും. അതുപോലെ പ്ലെയിനിനെ എടുക്കുമ്പോൾ ഇവിടെ ഇല്ലാത്തത് 0 ആയിരിക്കും. എക്സ് ഇസഡ് പ്ലെയിൻ ആണ് ഇല്ലാത്ത വൈ 0, വൈ ഇസഡ് പ്ലെയിൻ ആണ് ഇല്ലാത്ത എക്സ് 0. അപ്പൊ ഈ പോയിന്റിന്റെ ഫോമും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ സ്പേസ് ആണ്. പ്ലെയിനിലെ നമ്മൾ പഠിച്ചതാണ് ഡിസ്റ്റൻസ് ഫോർമുല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, ഡിസ്റ്റൻസ് ഫോർമുല വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്ലെയിനിൽ പഠിച്ച ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x1 y1 ആൻഡ് x2 y2, ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഈ പോയിന്റ് എയും ഈ പോയിന്റ് ബിയും ആണെങ്കിൽ ഡിസ്റ്റൻസ് എ ബി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാണ് √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. നമ്മൾ പഠിച്ചതാ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാ. ഇനി ഒരു സ്പേസ് വരുമ്പോൾ ഇസഡ് കോർഡിനേറ്റും കൂടെ വരുന്നേ ഉള്ളൂ. അപ്പൊ ഇസഡിന്റെ ഭാഗം കൂടെ അവിടെ എഴുതി വെച്ചാൽ മതി. സ്പേസിൽ വരുമ്പോൾ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് x1 y1 ഒരു z1 കൂടെ വരും. ബി എന്ന് പറയുന്നത് പോയിന്റ് x2 y2 z2. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, എ ബി എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു ജനറലൈസേഷനാണ്. എക്സിന്റെ വൈയുടെ നമുക്കറിയാം x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് വൈയുടേത് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് ഒരു ഇസഡും കൂടെ കയറി വരും. ഇവിടെ എക്സും ഉണ്ട്, വൈയും ഉണ്ട്. ഇവിടെ ആകുമ്പോൾ ഇസഡും കൂടെ ഉണ്ട്, അതുകൂടെ കയറി വരുന്നേ ഉള്ളൂ. z2 - z1 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതാണ് സ്പേസിലെ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. പ്ലസ് z2 - z1 ഹോൾ സ്ക്വയറും കൂടെ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഡിസ്റ്റൻസ് ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങളത് ശരിക്കും പഠിച്ചോണം, ഡിസ്റ്റൻസ് ഫോർമുല. ഇനി ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ നമ്മളോട് ചോദിക്കും. അതാണ് ഇവിടെ വരാവുന്ന ക്വസ്റ്റ്യൻസ്. ഒരെണ്ണം എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തന്നിട്ട് അത് ഐസോസെലസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം, ഈക്വലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. പിന്നെ ഒരു ക്വാഡ്രിലാറ്ററൽ 4 വെർട്ടിസസ് തന്നിട്ട് അത് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. പിന്നെ കൊളീനിയർ 3 പോയിന്റ്സ് എന്നിട്ട് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഈ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചുകൊണ്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. ട്രയാങ്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ട്രയാങ്കിൾ ABC ഈസ് ഐസോസെലസ്. ഐസോസെലസ് ആവണമെങ്കിൽ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. ഏതെങ്കിലും 2 സൈഡ്, 2 സൈഡ്സ് ഈക്വൽ. ഏതെങ്കിലും 2 സൈഡ്, ആദ്യം കാണുന്ന 2 ഈക്വൽ ആണെങ്കിൽ അവിടെ കൊണ്ട് നിർത്താം. ഐസോസെലസ് 2 സൈഡ് ഈക്വൽ ആയാൽ മതി. ഇനി ട്രയാങ്കിൾ ABC ഈക്വലാറ്ററൽ. ഈക്വലാറ്ററൽ എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വലാണ്, 3 സൈഡും ഈക്വൽ ആയിരിക്കണം. AB =
ബി സി ഈക്വൽ ടു എ സി. 3 സൈഡ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് 3 സൈഡും കണ്ടുപിടിക്കുക. 3 ലെങ്ത്തും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആയിട്ടില്ല. ഇനി ട്രയാങ്കിൾ എ ബി സി ഈസ് റൈറ്റ് ആംഗിൾഡ്. റൈറ്റ് ആംഗിൾഡ് ആവണമെങ്കിൽ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണം. ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്തത്. ഇപ്പോൾ എ സി എ ബി ബി സി എ സി ഒക്കെ മാറാം കേട്ടോ. ഇപ്പോൾ ഇത് എ സി സ്ക്വയർ തന്നെ സമാവണം നിർബന്ധമില്ല, തിരിച്ചു വരാം. എ ബി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ആവാം, അല്ലെങ്കിൽ ബി സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ആവാം. ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്ക്വയർ ആയിരിക്കണം. അതാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇനി എ ബി സി ഡി പാരലലോഗ്രാം ആവണമെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് വരച്ചു നോക്കുക. ഓപ്പോസിറ്റ് സൈഡ് സെയിം ആയാൽ മതി. എ ബി സി ഡി, എ ബിയും സി ഡിയും സെയിം ആവണം. എ ബി ഈക്വൽ ടു സി ഡി ആവണം. കൂടാതെ എ ഡി ഈക്വൽ ടു ബി സി, ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. എ ഡി ഈക്വൽ ടു ബി സി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഐസോസെൽസ് ആണെങ്കിൽ രണ്ട് സൈഡ്, ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ. ഇക്വലാറ്ററൽ ആണെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആവണം. റൈറ്റ് ആംഗിൾ ആണെങ്കിൽ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണം. പാരലലോഗ്രാം ആവണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം വരണം. പാരലലോഗ്രാം ആവണമെങ്കിൽ. ഇനി ഇത് റെക്ടാംഗിൾ ആവണമെങ്കിൽ റെക്ടാംഗിൾ ആവണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ വരും. ഈ ഡയഗണലും കൂടെ സെയിം വരണം. ഡയഗണലും കൂടെ സെയിം വരുവാണെങ്കിൽ റെക്ടാംഗിൾ ആവും. അതായത് എ സി ഈക്വൽ ടു ബി ഡിയും കൂടെ വരുവാണെങ്കിൽ റെക്ടാംഗിൾ ആവും. ഇതിൻ്റെ കൂടെ എ ബി ഈക്വൽ ടു സി ഡി, എ ഡി ഈക്വൽ ടു ബി സി ആൻഡ് എ സി ഈക്വൽ ടു ബി ഡിയും കൂടെ വന്നാൽ റെക്ടാംഗിൾ ആവും. ഇനി റോംബസ് ആവണമെങ്കിൽ, റോംബസ് അറിയാമല്ലോ, സാമാന്തരികം, സമഭുജ സാമാന്തരികം. റോംബസ് ആവണമെങ്കിൽ ഈ 4 സൈഡ് ഈക്വൽ ആയിരിക്കണം. എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി. 4 സൈഡും പാരലലോഗ്രാം ആണ്. എല്ലാ സൈഡും ഈക്വൽ ആവുന്ന പാരലലോഗ്രാത്തിനാണ് റോംബസ് എന്ന് പറയുന്നത്. റോംബസ്. ഇനി അത് തന്നെ സ്ക്വയർ ആവണമെങ്കിൽ ഇത് 4 ഈക്വൽ ആണ്. കൂടാതെ ഡയഗണലും കൂടെ ഈക്വൽ ആണ്. ഈ ബി ഡി ഈക്വൽ ടു എ സിയും കൂടെ ഈക്വൽ ആണ് സ്ക്വയർ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യനും പാരലലോഗ്രാം മാത്രമേ ടെക്സ്റ്റിലുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റെക്ടാംഗിൾ ആവണമെങ്കിൽ ഡയഗണലും കൂടെ സെയിം ആവണം. റോംബസ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ. റോംബസ് സ്ക്വയർ ആവണമെങ്കിൽ എല്ലാ സൈഡും ഈക്വലിൻ്റെ കൂടെ ഡയഗണലും കൂടെ സെയിം ആവണം. സ്ക്വയറിനും റെക്ടാംഗിളിനും ഡയഗണലും കൂടെ സെയിം ആയിട്ട് വരണം. പിന്നെയുള്ളത് കൊളീനിയർ ആണ്. 3 പോയിന്റ്സ് എ ബി സി ആർ കൊളീനിയർ. കൊളീനിയർ ആവണമെങ്കിൽ 2 എണ്ണം എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി. കൊളീനിയർ ആവണമെങ്കിൽ എ ബി സി ഈ ഫോമിൽ വരണ്ടേ, എ ബി സി ഈ ഫോമിൽ വരണം. 2 എണ്ണത്തിന്റെ ലെങ്ത് കൂട്ടുമ്പോൾ 3ാമത്തെ ലെങ്ത് കിട്ടണം. ഏതെങ്കിലും 2 എണ്ണത്തിന് ചെറിയ 2 ലെങ്ത് കൂട്ടുമ്പോൾ 3ാമത്തെ വലിയ ലെങ്ത് കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ കൊളീനിയർ. ഈ കൊളീനിയർ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സ്ലോപ്പ് വെച്ചും ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും മെത്തേഡ് ടെക്സ്റ്റ് പറയുന്നില്ലെങ്കിൽ. ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പല രീതി ചെയ്യാം. ഈ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ച് ഡിസ്റ്റൻസ് കാണാം. സ്ലോപ്പ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് 3 ഡയമെൻഷനൽ അല്ലേ. നമ്മൾ 2 ഡയമെൻഷനിലാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ അത് പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളോട് കൊളീനിയർ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോമുല വെച്ച് 3 ലെങ്തും കണ്ടുപിടിക്കുക. എന്നിട്ട് 2 എണ്ണത്തിന്റെ സമം 3ാമത്തേതാണെന്ന് കാണിക്കുക. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കാരണം ഇനി നമ്മൾ ചെയ്യുന്നില്ലാത്ത മുഴുവൻ ഡിസ്റ്റൻസാണ്. അപ്പം ഡിസ്റ്റൻസിൻ്റെതായ ഒരു പ്രത്യേകം ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ആദ്യം നമുക്ക് 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാം. 3 പോയിന്റ്സ് -2 3 5 -2 3 5 ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് 1 2 3 ആൻഡ് അടുത്ത പോയിന്റ് 7 0 -1. ഈ 3 പോയിന്റ്സ് -2 3 5 1 2 3 ആൻഡ് 7 0 -1 ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ലൈനിൽ വരുന്നു എന്ന് കാണിക്കണം. 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ലെങ്ത് കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യത്തെ പോയിന്റിന് എ എന്ന് കൊടുക്കാം. എ ഈക്വൽ ടു ഈ പോയിന്റ്. അടുത്തത് ബി ഈസ് ഈക്വൽ ടു സെക്കൻഡ് പോയിന്റ്, സി ഈക്വൽ ടു തേർഡ് പോയിന്റ്. എ ബി സി 3 പോയിന്റ്സ്. ഇനി നമുക്ക് എ ബി കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എ ബി ആദ്യം കാണാം. എ ബി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ഇക്വേഷൻ നമുക്കറിയാലോ. x2 minus x1 all square plus y2 minus y1 all square plus z2 minus z1 all square. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല. ഇനി നമ്മൾ എ ബി എടുക്കുമ്പോൾ x1 y1 z1 ആയിട്ട് x1 y1 z1 ആയിട്ട് എ എടുക്കുക. എ എന്ന് പറയുന്നത് -2 3 5 അല്ലേ, -2 3 5. ഇനി x2 y2 z2 ആയിട്ട് ബി എടുക്കുക. എ ബി എടുക്കുമ്പോൾ x2 y2 z2 ആയിട്ട് ബി എടുക്കുക 1 2 3.
നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ശ്രദ്ധിച്ച് ചെയ്യണം. നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ട്, വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 എന്ന് പറയുമ്പോഴത്തേക്കും 1 മൈനസ് ഇട്ടിട്ട് x1ലേക്ക് പോകാവുള്ളൂ. x1 എന്ന് പറയുമ്പോൾ -2, അല്ലെങ്കിൽ ഒരു മൈനസ് നിങ്ങൾക്ക് മിസ്സായി പോകും. ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുമ്പോൾ 2 മൈനസ് ഇനി y1 മൈനസ് ഇട്ടിട്ടേ y1 നോക്കാവുള്ളൂ. y1 എന്ന് പറയുമ്പോൾ 3 വരും. ഹോൾ സ്ക്വയർ പ്ലസ് z2 എന്ന് പറഞ്ഞാൽ 3 മൈനസ് z1 എന്ന് പറയുന്നത് 5 ഹോൾ സ്ക്വയർ. പലരും സ്ക്വയർ ഒക്കെ ഇടാൻ വിട്ടുപോകും, ശ്രദ്ധിച്ചോണം. ഇനി നോക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് -2 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 3 വരും. 3 സ്ക്വയർ പ്ലസ് 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2 മൈനസ് 3 -1ന്റെ സ്ക്വയർ. -1 ബ്രാക്കറ്റ് ഇട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരിക്കലും നെഗറ്റീവ് വരില്ല, കാരണം ഇത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും സ്ക്വയർ അല്ലേ. പിന്നെ ഒരിക്കലും നെഗറ്റീവ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പലരും ഇതിൻ്റെ അകത്തൊക്കെ ചെയ്തു വരുമ്പോൾ 3 സ്ക്വയർ 9 -1 എന്നൊക്കെ എഴുതി വെക്കും. അപ്പോൾ നിങ്ങൾ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവായിട്ട് മാറും. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും നെഗറ്റീവ് വന്നിരിക്കരുത്. അപ്പോൾ ഇവിടെ വേണേൽ -1 ഹോൾ സ്ക്വയർ എന്നാണ്, അത് ചെയ്യുമ്പോൾ പ്ലസ് ആകും. ഇനി 3 മൈനസ് 5 എന്ന് പറയുമ്പോൾ -2 ആണ്. -2ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 -1ന്റെ സ്ക്വയർ +1 ആണ്. പലരും -1 എന്ന് കൊണ്ടെങ്കിൽ എഴുതി വെക്കും, അത് ശ്രദ്ധിച്ചോണം. ലാസ്റ്റ് ഇങ്ങനെ എഴുതുമ്പോൾ സ്ക്വയർ ചെയ്ത് എഴുതുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് വരില്ല. -2ന്റെ സ്ക്വയർ 4 9 + 1 10 + 4 റൂട്ട് 14 വരും. അപ്പോൾ നമുക്ക് എ ബിയുടെ വാല്യൂ റൂട്ട് 14 എന്ന് കിട്ടി. നമുക്ക് ബി സി കാണാം. ബി സി ഇനി ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല കേട്ടോ. റൂട്ട് ഓഫ് x1 y1 z1 ആയിട്ട് ബി വരും, x2 y2 z2 ആയിട്ട് സി വരും. ബിയും സിയും ആണ്. അപ്പം ബി എന്ന് പറഞ്ഞാൽ x1 y1 z1, സി എന്ന് പറഞ്ഞാൽ x2 y2 z2. ഞാൻ അങ്ങോട്ട് എഴുതാം. x2 മൈനസ് x1, x2 എന്ന് പറയുമ്പോൾ സിയുടെ 7 വരും. 7 മൈനസ് x1 എന്ന് പറയുമ്പോൾ ബിയുടെ 1 വരും. 7 - 1 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി y2 ആ സിയുടെ y2 എടുക്കണം. സിയുടെ 0 മൈനസ് y1 എന്ന് പറയുമ്പോൾ ബിയുടെ 2 എടുക്കണം. ഹോൾ സ്ക്വയർ വേണ്ട ഒരു സൈഡിൽ x1 y1 z1 ഒക്കെ എഴുതിക്കോളാം. x1 y1 z1 എന്ന് പറയുമ്പോൾ 1 2 3, x2 y2 z2 എന്ന് പറയുമ്പോൾ 7 0 -1 സൈഡിലത് എഴുതിയാൽ മതി. നമുക്ക് ഇനി ഇസഡും കൂടെ ഉണ്ട്. z3 എന്ന് പറയുമ്പോൾ z3 സിയുടേതാണ് -1 മൈനസ് z3 അല്ല z2 എന്ന് പറയുമ്പോൾ സിയുടേത് ഒരു -1 മൈനസ് ഇട്ടു z1 എന്ന് പറയുമ്പോൾ ബിയുടെ 3 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7 - 1 6ന്റെ സ്ക്വയർ പ്ലസ് 0 - 2 -2ന്റെ സ്ക്വയർ പ്ലസ് -1 - 3 -4ന്റെ സ്ക്വയർ എനിക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 6ന്റെ സ്ക്വയർ 36 റൂട്ടൊക്കെ ഇട്ടില്ലേ മറന്നു പോകും. -2ന്റെ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4ന്റെ സ്ക്വയർ -4ന്റെ സ്ക്വയർ പ്ലസ് 16. ഇതെല്ലാം കൂടെ 36 4 40 56 വരും. 56 കൊളീനിയറാണെന്നല്ലേ പോയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കിട്ടണം. അപ്പോൾ അവിടെ ഇവിടെ റൂട്ട് 14 ഈ 56നെ 14ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റുമോ നോക്കാം. കൊളീനിയറാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് കൊണ്ടാണ്. കാരണം കൂട്ടാൻ പറ്റണം. എ ബി പ്ലസ് ബി സി കൂട്ടാൻ പറ്റണം. ഇവിടെ റൂട്ട് 14 ആണ്, റൂട്ട് 56 നമുക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് റൂട്ട് 14ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് എഴുതാം. ആദ്യം എഴുതാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് 56നെ 14 ഇൻറ്റു എത്ര വരും? 4 ഇൻറ്റു 14 എഴുതാം. കണ്ടോ? 4 ഇൻറ്റു 14 ചെയ്യുമ്പോൾ 56 കിട്ടും. സംശയം ചെയ്ത് നോക്കിയാൽ മതി. അത് സെപ്പറേറ്റ് റൂട്ട് എടുക്കാം. റൂട്ട് 4 ഇൻറ്റു റൂട്ട് 14. റൂട്ട് 4 എന്ന് വെച്ചാൽ 2 വരും. 2 റൂട്ട് 14 ആണ്. ഇതിപ്പോൾ റൂട്ട് 14നെ 1 റൂട്ട് 14 വേണം എഴുതാം. ഇതിപ്പോൾ 2 റൂട്ട് 14 കിട്ടി. ബി സി ഇപ്പോൾ എ ബിയും കിട്ടി, ബി സിയും കിട്ടി. ഇനി എ സിയും കൂടെ കാണും. എയും സിയും എ സി കാണുക. റൂട്ട് ഓഫ് അപ്പം എ ആയിട്ട് x1 y1 z1 ഇതാണ് x1 y1 z1. സി ആയിട്ട് x2 y2 z2. x2 മൈനസ് x2 7 മൈനസ് x1 എന്ന് പറയുമ്പോൾ -2 മൈനസ് ഇട്ടിട്ട് x1ലേക്ക് പോകാവുള്ളൂ. -2 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുമ്പോൾ സിയുടെ 0 മൈനസ് y1 എന്ന് പറയുമ്പോൾ എയുടെ 3 ഹോൾ സ്ക്വയർ പ്ലസ് മാറിപ്പോയേക്കരുത്. ഇനി z2 എന്ന് പറയുമ്പോൾ സിയുടെ -1 മൈനസ് z1 എന്ന് പറയുമ്പോൾ എയുടെ 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇനി സിംപ്ലിഫൈ 7 മൈനസ് -2 എന്ന് പറയുമ്പോൾ 7 + 2 9 വരും. 9 സ്ക്വയർ വരും. റൂട്ട് ഓഫ് 9 സ്ക്വയർ 0 - 3 എന്ന് പറയുമ്പോൾ -3 വരും. പ്ലസ് -3യുടെ സ്ക്വയർ പ്ലസ്
-1 -5 എന്ന് പറഞ്ഞാൽ -6 വരും. -6ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9ന്റെ സ്ക്വയർ 81 പ്ലസ് 3യുടെ സ്ക്വയർ 9 -3യുടെ സ്ക്വയർ 9 പ്ലസ് 9 -6ന്റെ സ്ക്വയർ പ്ലസ് 36 ഈക്വൽ ടു 81 9 90 90 30 126 വരും 126. ഇതിനെ 14 വെച്ച് എഴുതാവോ നോക്കാം. 14 126 14 എന്ന് പറയുമ്പോൾ 9 × 14 അല്ലേ. 9 × 14 ആണ് 126. സംശയം ചെയ്ത് നോക്കാൻ വേണ്ടി 9 × 36 അതെ 9 × 14 126. അപ്പം 14 കണക്ട് ചെയ്ത് എല്ലാം എഴുതുക. അപ്പം നമുക്ക് അതിനെ √9 × √14 എഴുതാം. √9 എന്ന് വെച്ചാൽ 3 ആണ്. 3 √14 3 √14. ആദ്യത്തേത് 1 √14, പിന്നത്തേത് 2 √14, മൂന്നാമത്തേത് 3 √14. അങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കാം, ചെറുത് രണ്ടും കൂടെ കൂട്ടി നോക്കാം, വലുത് കിട്ടുമോ നോക്കാം. നമുക്ക് രണ്ടെണ്ണത്തിന്റെ ലെങ്ത് കൂട്ടുമ്പോൾ മൂന്നാമത്തേത് കിട്ടണം. അപ്പോൾ നോക്കാം, വലുത് ഏറ്റവും വലുത് ഇവിടെ √14, ഇവിടെ √56 ആയിരുന്നു, ഇവിടെ √126 ഉണ്ട്. വലുത് 126. നമുക്കപ്പോൾ ചെറുത് രണ്ടും കൂടെ കൂട്ടാം. ചെറുത് എ ബിയും ബി സിയും ഇല്ലേ. എ ബി പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ √14 ആയിരുന്നു. ബി സി എന്ന് പറഞ്ഞാൽ 2 √14 ഈക്വൽ ടു, അതായത് √14 എന്ന് വെച്ചാൽ 1 × √14 ആണ് പ്ലസ് 2 × √14. √14 കോമൺ ആയിട്ട് എടുത്താൽ √14 ഇൻറ്റു കോമൺ എടുത്ത് ഇവിടെ 1 അടുത്ത 2 ഉണ്ട്. 1 + 2 ഉണ്ട്. 1 + 2 എന്ന് വെച്ചാൽ അറിയാലോ 3 √14. 3 √14 അല്ലേ നമുക്ക് എ സി കിട്ടിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി. എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി. എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി. അപ്പോൾ 3 പോയിന്റ്സും കൊളീനിയർ ആണ്. ഒരു കോമൺ പോയിന്റ് ഉണ്ടല്ലേ അല്ലേ. എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി. ബി ഈസ് ദ കോമൺ പോയിന്റ്. ഇവിടെ എ ബി പ്ലസ് ബി സിയുടെ ബി ആണ് കോമൺ പോയിന്റ്. അതുകൊണ്ട് രണ്ടെണ്ണത്തിന്റെ സമ്മോ മൂന്നാമത്തേത് വന്നതിനാൽ 3 പോയിന്റ്സും കൊളീനിയർ ആണ്. ഒരു സംശയം വേണ്ട. ഇത് 3 പോയിന്റ്സ് ആ കൊളീനിയർ. ഇപ്പം ഇങ്ങനെയാണ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ചെറിയ 2 ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തേതാണെന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് കൊളീനിയർ ആണെന്ന് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. വെരിഫൈ ദാറ്റ് ഒരു ട്രയാങ്കിളിന് 3 വെർട്ടീസസ് തന്നിട്ടുണ്ട്. അത് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ഉണ്ട്. 0 7 10 0 7 10. അടുത്തത് -1 6 6 -1 6 6 ആൻഡ് -4 9 6 -4 9 6. These are the vertices of a right angled triangle. അപ്പം ഇത് മൂന്നും റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പൈതഗോറസ് തിയറം പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് എ ബി സി എന്ന് എടുക്കാം. എ ഇത് ബി സി. ഇതെല്ലാം ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എ ബി കാണുന്നു, ബി സി കാണുന്നു, എ സി കാണുന്നു. ചെറിയ രണ്ടിന്റെ സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക. മൂന്നാമത്തേതിന്റെ സ്ക്വയർ ആണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എ ബി ബി സി എ സി അല്ല എ ബിയും കാണണം, ബി സി മൂന്നും കണ്ടുപിടിക്കണം. പൈതഗോറസ് തിയറം ചെയ്യാൻ മൂന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എ ബി കാണാം. എ ബി സി = ഇനി ഞാൻ ഇക്വേഷൻ ഒന്നും എഴുതുന്നില്ല. x2 - x1 അത് നിങ്ങൾ എക്സാമിന് ഒരു തവണ എഴുതണം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എഴുതണം. ആ ഇക്വേഷന് മാർക്കുള്ളത്, ആരെ മാർക്ക് കിട്ടുന്ന അത് കളഞ്ഞേക്കരുത്. x2 - x1 + ആ ഇക്വേഷൻ എഴുതിക്കോണേ. ഇവിടെ ഞാനിപ്പോൾ ഇനി എഴുതുന്നില്ല. എ ബി എടുക്കുമ്പോൾ a at x1 y1 z1 b at x2 y2 z2. x2 - x1 എന്ന് പറയുമ്പോൾ x2 - 1 - x1 0 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുമ്പോൾ 6 മൈനസ് y1 എന്ന് പറയുമ്പോൾ 7 ഹോൾ സ്ക്വയർ പ്ലസ് z2 എന്ന് പറയുമ്പോൾ 6 മൈനസ് z1 എന്ന് പറയുമ്പോൾ 10 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ -1 - 0 -1 വരും. -1ന്റെ സ്ക്വയർ പ്ലസ് 6 - 7 എന്ന് പറയുമ്പോൾ അവിടെ -1 വരും. -1ന്റെ സ്ക്വയർ പ്ലസ് 6 - 10 എന്ന് പറയുമ്പോഴത്തേക്കും -4 വരും. -4ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1ന്റെ സ്ക്വയർ 1 -1ന്റെ സ്ക്വയർ 1 -4ന്റെ സ്ക്വയർ 16. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ √18 വരും. എ ബി നമുക്ക് √18 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ബി സിയും എ സിയും കണ്ടുപിടിക്കാം. ബി സിയും എ സിയും ബി സി കാണുമ്പോൾ ബി ആയിട്ട് x1 y1 z1 എടുത്തോണം, സി ആയിട്ട് x2 y2 z2 എടുത്തോണം. അപ്പം x2 എന്ന് പറയുമ്പോൾ -4 മൈനസ് x1 എന്ന് പറയുമ്പോൾ -1 ഹോൾ സ്ക്വയർ പ്ലസ് 9 - 6 ഹോൾ സ്ക്വയർ പ്ലസ് 6 - 6 ഹോൾ സ്ക്വയർ ഇങ്ങനെ വരും. ഈക്വൽ ടു -4 മൈനസ് -1 എന്ന് പറയുമ്പോൾ -4 + 1 -4 + 1 എന്ന് പറയുമ്പോൾ -3 വരും. -3യുടെ സ്ക്വയർ വരും.
9 minus 6. 9 minus 6 എന്ന് പറയുമ്പോൾ 3 വരും. പ്ലസ് 3 സ്ക്വയർ പ്ലസ് 6 മൈനസ് 6 0. 3 സ്ക്വയർ മൈനസ് 3 വന്നാലും പ്ലസ് 3 വന്നാലും സ്ക്വയർ 9 ആണ്. 9 പ്ലസ് 9 വരും 18 വരും. റൂട്ട് 18. അങ്ങനെ എ ബി കിട്ടി, ബി സി കിട്ടി. ഇനി എ സി കാണാം. എ സി എടുക്കുമ്പോൾ x1 y1 z1 ആയിട്ട് എ, x2 y2 z2 ആയിട്ട് സി. എയും സിയും കൂടി എടുക്കണം. x2 എന്ന് പറഞ്ഞാൽ -4 -0. -4 -0 ഹോൾ സ്ക്വയർ പ്ലസ് y എടുക്കുക 9ഉം -7. 9 -7 ഹോൾ സ്ക്വയർ പ്ലസ് z 6 -10. 6 -10 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് -4 -0 നമ്മൾ -4 വരും. -4ന്റെ സ്ക്വയർ 16. ഞാൻ ഇനി അങ്ങോട്ട് എഴുതുക. 16 വരും. 9 - 7 എന്ന് പറയുമ്പോൾ 2 വരും. 2ന്റെ സ്ക്വയർ 4 വരും. 6 - 10 എന്ന് പറയുമ്പോൾ -4 വരും. -4ന്റെ സ്ക്വയർ 16. ആൻസർ 16 പ്ലസ് 4 വരുമ്പോൾ 20 പ്ലസ് 16 വരുമ്പോൾ 36. അത് ഞാൻ 6 എന്ന് എഴുതുന്നില്ല, ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇട്ടാൽ മതി. നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് എഴുതണമെന്നില്ല. അത് കൊളിനിയറിന് മാത്രമേ അങ്ങനെ കണക്ട് ചെയ്ത് എഴുതേണ്ടതുള്ളൂ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് പൈതഗോറസ് തിയറം. ഇവിടെ ചെറിയ രണ്ട് ഏതാ, റൂട്ട് 18 റൂട്ട് 36, വലുത് റൂട്ട് 36. അപ്പം ബാക്കി ചെറുതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യാം. അപ്പം എ ബി സ്ക്വയർ, പൈതഗോറസ് തിയറം അങ്ങനെയല്ലേ, ചെറുതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യാം പ്ലസ് ബി സി സ്ക്വയർ. ഇവിടെ നിങ്ങൾ നോക്കിക്കോണം, ഇത് രണ്ടും ചെറുത്, ഇത് വലുത്. വലുതിനെ മാറ്റിയിടുക, ചെറിയ രണ്ടിൻ്റെയും സ്ക്വയർ ആഡ് ചെയ്യാം. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 18ൻ്റെ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് 18ൻ്റെ സ്ക്വയർ. റൂട്ട് 18ൻ്റെ സ്ക്വയർ 18 വരും പ്ലസ് റൂട്ട് 18ൻ്റെ സ്ക്വയർ 18 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 36. 36 എന്ന് പറയുന്ന റൂട്ട് 36ൻ്റെ സ്ക്വയർ അല്ലേ, റൂട്ട് 36ൻ്റെ സ്ക്വയർ ആണ് 36. അതായത് എ സിയുടെ സ്ക്വയർ കണ്ടോ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. അങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഇത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. therefore ട്രയാങ്കിൾ എ ബി സി ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ അല്ലേ. ഇനി ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചെയ്താൽ മതി, എ ബിയും ബി സിയും കണ്ടുപിടിക്കുക. ആദ്യം ഇവിടെ എ ബിയും ബി സിയും കണ്ടുപിടിച്ചു. എ ബിയും ബി സിയും കണ്ടുപിടിച്ച് ഇവിടെ ഈക്വലാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ, സപ്പോസ് ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണെന്ന് നിങ്ങളോട് ചോദിച്ചെന്ന് വിചാരിക്കുക. പ്രൂവ് ദാറ്റ് ദിസ് ഫോം ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ നിങ്ങൾ ആദ്യം എ ബി കാണുന്നു റൂട്ട് 18, ബി സിയും കാണുന്നു റൂട്ട് 18. അപ്പോൾ നിങ്ങൾ അടുത്ത കാണാൻ പോകണ്ട, എ ബി ഈക്വൽ ടു ബി സി, രണ്ടും സെയിമാണ്. therefore ദിസ് ട്രയാങ്കിൾ ഈസ് ഐസോസെലസ്. ഐസോസെലസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് കണ്ടുപിടിക്കുമ്പോൾ തന്നെ സെയിം ആണെങ്കിൽ മൂന്നാമത് കാണേണ്ട കാര്യമില്ല. രണ്ട് സൈഡ് ഈക്വൽ ആയാൽ മതി ഐസോസെലസിന്. അപ്പോൾ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇത് റൈറ്റ് ആംഗിൾഡും ആണ് ഐസോസെലസും ആണ്. അത് ഓക്കെ ആയല്ലോ. ഇനി അതുപോലെ തന്നെ പാരലലോഗ്രാഫിന്റെ വെർട്ടീസസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇനി വെറുതെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിത് ചെയ്ത് കാണിക്കുന്നില്ല, ക്വസ്റ്റ്യൻ പറയാം, അതെങ്ങനെ ചെയ്തെന്നും കൂടെ പറയാം. വെരിഫൈ 3 വെർട്ടീസസ്, -1 4 വെർട്ടീസ്, -1 2 1, -1 2 1, 1 -2 5, 1 -2 5, 4 -7 8, 4 -7 8, -2 -3 4, 2 -3 4. This form the vertices of a parallelogram. ഇത് പാരലലോഗ്രാമിന്റെ വെർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇത് എന്ന് എടുക്കുക, ഇത് ബി എന്ന് എടുക്കുക, ഇത് സി എന്ന് എടുക്കുക, ഇത് ഡി എന്ന് എടുക്കുക. വെറുതെ ഒന്ന് വരച്ച് നോക്കുക, എ ബി സി ഡി. എന്നിട്ട് നിങ്ങൾ എ ബി ബി സി സി ഡി എ ഡി അതെല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എ ബി എടുക്കുമ്പോൾ, എ ബി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് കാണിക്കുന്നില്ല, ആൻസർ മാത്രം എഴുതുക. എ ബി ഡിസ്റ്റൻസ് പോലെ വെച്ച് എ ബി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് റൂട്ട് 36, അതായത് 6 എന്ന് കിട്ടും. റൂട്ട് 36 6 എന്ന് വേണേൽ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് ബി സി കണ്ടുപിടിക്കുമ്പോൾ, ബി സി ഇതുപോലെ ബിയും സിയും, ബി x1 y1 z1 ആയിട്ട് ബി, x2 y2 z2 ആയിട്ട് സി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ബി സിയുടെ വാല്യൂ റൂട്ട് 43 എന്ന് കിട്ടും. റൂട്ട് 43 എന്ന് കിട്ടും. ഇനി ബി സി കണ്ടു, സി ഡി. അപ്പോൾ x1 y1 z1 ആയിട്ട് സി എടുക്കുക, x2 y2 z2 ആയിട്ട് ഡി എടുക്കുക. സി ഡി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് റൂട്ട് 36 കിട്ടും, അതായത് 6 കിട്ടും. ഇനി എ ഡി കാണുക, x1 y1 z1 ആയിട്ട് എയും x2 y2 z2 ആയിട്ട് ഡിയും എടുക്കുമ്പോൾ എ ഡി കണ്ടുപിടിക്കുമ്പോൾ റൂട്ട് 43 കിട്ടും. റൂട്ട് 43. അപ്പോൾ നോക്കാം, ഇത് രണ്ടും സെയിം ആണ്. എ ബി ഈക്വൽ ടു സി ഡി, അത് രണ്ടും സെയിം ആണ് 6. കണ്ടോ, എ ബിയും സി ഡിയും സെയിം ആണ്. ആൻഡ്
അടുത്തത് രണ്ടും ബി സി ഈക്വൽ ടു എ ഡി ആണ്. അത് √43 ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പാരലലോഗ്രാമാണ്. അപ്പം നമുക്കറിയാം എ ബി സി ഡി ഫോം ദ വെർട്ടിസസ് ഓഫ് എ പാരലലോഗ്രാം. ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഡിസ്റ്റൻസ് കാണുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്നാണ്? ഐസോസിലസ്, റൈറ്റ് ആംഗിൾ, അതിൻ്റെ പ്രത്യേകതകളാണ് ചെയ്താൽ മതി. നിങ്ങൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പം അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി. ആ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. താങ്ക് യു.